നമസ്കാരം. നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ മരണം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 69 വയസ്സിലാണ് ശ്രീനിവാസൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ നാളായി അലട്ടുന്നുണ്ടായിരുന്നു. സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ. ഇതിനിടെ ചില വേദികളിലെത്തി. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് ശ്രീനിവാസന്റെ മക്കൾ. രണ്ടുപേരും അറിയപ്പെടുന്ന സിനിമാ താരങ്ങൾ. അച്ഛന്റെ മൃതദേഹത്തിനരികിലിരുന്ന് കരയുന്ന ധ്യാനിന്റെ ദൃശ്യങ്ങൾ ഏവരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെയെല്ലാം വേദനയിൽ ആഴ്ത്തിയിരുന്നു. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു. ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലും പലരും വികാരഭരിതരാകുന്ന കാഴ്ചയായിരുന്നു. സംസാരം മുഴുമിപ്പിക്കാനാവാതെ മാറിപ്പോയവരുമുണ്ടായിരുന്നു. വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. ശ്രീനിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ. മാറ്റിവെക്കാനും പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ. പാർത്ഥിപനും സൂര്യയും അടക്കം തമിഴകത്ത് നിന്ന് വരെ താരങ്ങൾ എത്തിയതും ചർച്ചയായി. സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുകയും ചെയ്തിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സൂര്യ, പാർത്ഥിപൻ തുടങ്ങിയവർ ഉൾപ്പെടെ ശ്രീനിവാസനെ കാണാനെത്തി. എന്നാൽ അവിടെ ജയറാമിന്റെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. ചെന്നൈയിൽ ഒരു ഷൂട്ടിംഗ് ആയതിനാലാണ് തനിക്ക് എത്താൻ കഴിയാത്തതെന്ന് ജയറാം പറയുകയും ചെയ്തിരുന്നു. ഇതിൽ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. വിഷയത്തിൽ ജയറാമിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുനിൽ പരമേശ്വരൻ. ജയറാം മുഖംമൂടികളുമായി ജീവിക്കുന്ന മനുഷ്യനാണ് എന്നാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത്. സുനിൽ പരമേശ്വരന്റെ വാക്കുകൾ ഇങ്ങനെ: സമൂഹത്തിന്റെ ജാടകളില്ലാതെ, ലോകത്തിന്റെ ജാടകളില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. കാലത്തിന്റെ വിസ്മൃതിയിൽ ആണ്ടുപോവാത്ത ഒരു മഹത് പ്രതിഭയാണ് അദ്ദേഹം. പക്ഷേ മരണമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാളുടെ മരണത്തിൽ ചിലർ മുഖംമൂടികളുമായി എത്തും. അങ്ങനെ ചിലർ മുഖംമൂടികളുമായി എത്തിയ ദൃശ്യമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. ശ്രീനിവാസനെ തൊട്ടറിഞ്ഞ മനുഷ്യർ, അദ്ദേഹത്തിന്റെ കുടുംബം, സത്യൻ ചേട്ടൻ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരാൾ വന്നിട്ട് ഒരു സീൻ ഉണ്ടാക്കുന്നു. എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? സുനിൽ സ്വാമി എന്ന് പറയുന്ന മുതലമടയിലെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ആണത്രേ. അയാൾ കുറെ കാലം ജയിലിൽ കിടക്കുകയായിരുന്നു. ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരികയാണ് അയാളൊക്കെ. എന്നെ ഒരുപാട് പേർ വിളിച്ചു, അത് ഞാൻ ആണെന്ന് കരുതി. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ശ്രീവിദ്യ എന്ന മരണപ്പെട്ട നടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ? ഒരാളുടെ മരണം മുതലെടുക്കാൻ വന്നിരിക്കുന്നു. അവിടെ നട്ടിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ചെവിക്കുറ്റിക്ക് അടിക്കേണ്ടതാണ്. അയാൾ എന്താണ് അവിടെ ചൊല്ലുന്നത്? ഇത്തരം ദുഷ്കർമ്മങ്ങൾക്കെതിരെ പേന എന്ന പടവാൾ ഉയർത്തിയ ശ്രീനിവാസന്റെ ചടങ്ങിൽ ഇയാളെ ആട്ടിപ്പുറത്താക്കാൻ ആരും ഉണ്ടായില്ലേ? അതുപോലെ തന്നെയാണ് ജയറാം. അയാൾ എത്ര തിരക്കാണെങ്കിലും അവിടെ വരേണ്ടതായിരുന്നു. ജയറാം എന്ന നടന്റെ മുഖംമൂടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളാണ് അയാൾ. നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പാർത്ഥിപൻ എന്ന നടൻ ഒരു സിനിമയിൽ എങ്ങാനുമേ മുഖം കാണിച്ചിട്ടുള്ളൂ. എത്രയോ വലിയ വലിയ മനുഷ്യർ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അവസാനമായി ഒന്ന് കാണാൻ വരുമ്പോഴാണ് ജയറാം എന്ന നടന്റെ അസാന്നിധ്യം. ഈ മുഖംമൂടികൾ ദൈവം പൊളിച്ചെടുക്കും. ഇപ്പോൾ അയ്യപ്പന്റെ വിഷയത്തിലായാലും ജയറാമിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ച് പൂജ ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മുഖംമൂടികളൊക്കെ എന്നാണ് ലോകത്തിന് മുൻപിൽ ദൈവത്തിന് അഴിച്ചുവെക്കാൻ കഴിയുക? ജയറാം വന്നിട്ടില്ല, അത് പോട്ടെ. ജയറാമിൽ നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഇതുപോലെ ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയവനെയും ആളുകളുടെ പണം തട്ടിയവനെയും ഒക്കെ ഇങ്ങനെ അവിടേക്ക് കടത്തിവിടുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള കപട ആത്മീയവാദികളെ തിരിച്ചറിയണം. മുഖംമൂടികളുമായി ജീവിക്കുന്ന കുറെ മനുഷ്യർ ആരുമില്ലാതെ പോയല്ലോ ഈശ്വര എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പടവാൾ ഉയർത്തിയ ആൾ ആയിരുന്നു ശ്രീനിവാസൻ. അതേസമയം കല്യാണങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് തോന്നുന്നു. ഇതെന്തൊരു കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പലരും വിമർശിക്കുന്നതെന്നാണ് പറയുന്നത്. മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അദ്ദേഹത്തിനെന്നാണ് പറഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. അതേസമയം ജയറാമിന്റെ പ്രതികരണവും വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് എനിക്ക് പോകാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. ചെന്നൈയിലായിരുന്നതിനാൽ ഈ ഷൂട്ട് നിർത്തിപ്പോവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയേനെ. മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സങ്കടമാണെന്നുമായിരുന്നു ജയറാം പറഞ്ഞത്. 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല. വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു. വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു. പാർത്ഥിപൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപഠിക്കും. നന്ദി കെട്ടവൻ എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് വ്യക്തമായി. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരില്ലായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും തിരക്കില്ലാഞ്ഞിട്ടാണോ അവരൊക്കെ വന്നത്? അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതുവരെയായിട്ടും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ശ്രീനിവാസിന് അസ്വസ്ഥത തോന്നിയത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. ചെന്നൈയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു വിനീത് അച്ഛന്റെ വിയോഗം അറിഞ്ഞത്. നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. കോഴിക്കോട്ടെ ലൊക്കേഷനിൽ നിന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ എത്തിയത്. ഇടയ്ക്കൊന്ന് വീണുവെങ്കിലും സർജറിയൊക്കെ കഴിഞ്ഞ് വാക്കറിൽ നടന്നു തുടങ്ങിയിരുന്നു അദ്ദേഹം.
ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോകുമെന്ന് കരുതിയില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത്. സന്ദേശം പോലെ ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇടയ്ക്ക് അങ്ങനെ ചില ചർച്ചകൾ നടന്നിരുന്നതായും സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ശ്രീനിയെ കാണാൻ പോവാറുണ്ടായിരുന്നു. എനിക്ക് മടുത്തു തുടങ്ങിയെന്നായിരുന്നു ഒടുവിലായി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ലെന്നായിരുന്നു സത്യനന്ദിക്കാട് തിരിച്ചു പറഞ്ഞത്. സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം ലൊക്കേഷനിലേക്ക് ശ്രീനിവാസനും പോയിരുന്നു. കുടുംബസമേതമായാണ് അന്ന് ലൊക്കേഷനിലേക്ക് പോയത്. കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചുമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു. മോഹൻലാലും ശ്രീനിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച ഇരുവരും ശരിക്കും ആസ്വദിച്ചിരുന്നു എന്നും സത്യനന്ദിക്കാട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാലും, ദിലീപും തുടങ്ങി മലയാള സിനിമയിലെ പലരും വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അങ്ങേരുടെ തിരക്കുകൾ മനസ്സിലാക്കാം. പക്ഷേ ജയറാം, ഇയാൾ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. പാർവതിയും ശ്രീനിവാസന്റെ എക്കാലത്തെയും ഐക്കോണിക് സാധനമാണ് ആ വടക്ക് നോക്കി യന്ത്രം. ഫോട്ടോ സീൻ വന്നിട്ടും പാർവതിക്ക് ഒന്ന് വരാൻ പറ്റിയില്ലേ? സൂര്യ പോലും ഷൂട്ടിംഗ് നിർത്തിവെച്ചു വന്നു. ഇത്രയും ബന്ധമുള്ള ജയറാമും പാർവതിയും വന്നില്ല. ഇനി വേറെ വല്ല ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണോ എന്നറിയില്ല എന്നാണ് പലരും കമന്റുമായി കുറിച്ചത്. ഇത്രയ്ക്ക് തിരക്കുള്ള നടനാണോ ജയറാം? ശ്രീനിവാസൻ മരിച്ചിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ് സിനിമയിൽ നിന്ന് കൂടി താരങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നു. വരാൻ കഴിയാത്തവർ അവരുടെ ദുഃഖം സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചു. പക്ഷേ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ജയറാം ശ്രീനിവാസനെ കാണാൻ വന്നില്ല. അതുപോട്ടെ, ചിലപ്പോൾ ചിലർക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വരുന്നത് താല്പര്യമുണ്ടാകില്ല. പൊതുവെ ജയറാം കേരളത്തിൽ ഒരു പ്രമുഖരുടെയും മരണത്തിൽ നേരിട്ട് വന്ന് ദുഃഖം രേഖപ്പെടുത്തിയ ചരിത്രമില്ല. എത്രയോ മഹാത്മരഥന്മാർ മൺമറഞ്ഞു പോയിരിക്കുന്നു. എന്തുമാവട്ടെ, വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദരാഞ്ജലികൾ നേർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റെങ്കിലും ഷെയർ ചെയ്യാമല്ലോ. അതിലൊക്കെ എന്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് ആരും വരണ്ട. സ്വന്തം സിനിമ റിലീസാകുമ്പോൾ എല്ലാവരോടും കാണാൻ അഭ്യർത്ഥിച്ചു പോസ്റ്റിടാൻ മടിയില്ലല്ലോ. ജയറാമിനും ഭാര്യ പാർവതിക്കും വേണ്ടി ഒത്തിരി എഴുതിയിട്ടും കൂടെ അഭിനയിച്ചിട്ടുമുള്ള ആളല്ലേ ശ്രീനിവാസൻ. അതെങ്കിലും ഓർമ്മിക്കാമായിരുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത്. ജയറാമിനെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ വന്നില്ല എന്നതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നും ചിലർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നത് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാണ് വരാതിരുന്നത് എങ്കിലോ എന്നും പലരും ചോദിക്കുന്നു. നേരിട്ട് വരാത്തത് കൊണ്ട് ജയറാമിന് ശ്രീനിവാസനോട് സ്നേഹമോ ബഹുമാനമോ ഇല്ല എന്ന് കരുതരുതെന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും ശ്രീനിവാസന്റെ മരണത്തെ തുടർന്ന് പൊങ്ങി വന്ന ചർച്ചയാണ് ജയറാം വന്നില്ല എന്നത്. മറ്റു മരണങ്ങളിലും ജയറാം പങ്കെടുക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളുമുണ്ട്. സങ്കടം തോന്നുന്നു. കാരണം ഞാൻ ആദ്യം ചിന്തിച്ചത് അയാളുടെ മാനസിക സ്ഥിതിയെക്കുറിച്ചാണ്. ഇത്തരം സംഭവങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ കുറ്റപ്പെടുത്താതെ അയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യർ പഠിക്കണമെന്നാണ് പലരും പറയുന്നത്. അതിനെ മനുഷ്യനെയും മനുഷ്യ മനസ്സിനെയും തൊട്ടറിയണം. 2 വർഷം മുന്നേ ഇന്നസെന്റിന്റെ മരണത്തിൽ പങ്കെടുത്ത ജയറാമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പോയി കാണൂ. ഇത്രയും തകർത്ത അവസ്ഥയിൽ ശബ്ദം പുറത്തു വരാതെ നടന്നു നീങ്ങുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. ഇതിനുശേഷമാണ് മരണങ്ങളിൽ അയാളെ അധികം കാണാതായത്. ഓരോ മനുഷ്യനും പല ട്രോമകൾ കാണും. അത് മനസ്സിലാക്കാൻ പോയിട്ട് ട്രോമ എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ വാണങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായി ജീവിക്കുന്നുണ്ട്. വെറും ശവം തീനികൾ എന്നാണ് ഒരു കമന്റിൽ കുറിച്ചിരിക്കുന്നത്.